ഒരു ചെറിയ പ്രശ്നമുണ്ട് മോളെ. പ്രശ്നം? ആ ഈടെ ഒരാൾ വന്നിട്ടുണ്ട്. ആര്? അതെങ്ങനെയെങ്കിലും മാനേജ് ചെയ്യപ്പാണ്ടി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നാളെ കഴിഞ്ഞെത്തും. വിവരങ്ങൾ ഞാൻ അറിയിക്കട്ടോ. വന്നത് എന്തായാലും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വരുന്ന കൂട്ടുള്ള ഒരു ചോദ്യം കൊണ്ട് വരും. അത് അച്ഛന് വിഷമാക്കും. അല്ലേ തന്നെ അച്ഛൻ ടെൻഷനാണെന്ന് തോന്നുന്നുണ്ട്. ദിനോ, അനക്കെന്താ കേശുവിനോട് പ്രശ്നം? നിങ്ങൾ ഇപ്പോഴും ഓന്റെ ഭാഗത്തു നിന്നല്ലേ സംസാരിക്കണേ? അതെ, ഈ വർത്താനം നിർത്തുന്നല്ലേ. ഓൻ കേട്ടാ മോശല്ലേ? അതന്നെ ഞാനും പറയാൻ വന്ന്. അല്ല, ഓനെവിടെയാ കിടക്കുക? രമേശ് ചേട്ടാ, ഞാൻ ഈ സോഫയിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഗംഗേട്ട, ഞാനിവിടെ കംഫർട്ടബിൾ ആണ്. ഹായ് അങ്കിൾ. ഹായ്. ഐ ആം ചിന്നു. ഐ മീൻ ശാംഭവി, സുലോചനന്റെ മോള്. വാവ്, നമ്മളെപ്പോഴാ ലാസ്റ്റ് കണ്ടേ? അനക്കറിയില്ല. നാളെ എന്തായാലും ഡാൻസ് ഉണ്ട്. കേശങ്ങൾ എന്തായാലും വരണം. എനിക്ക് ഡാൻസ് ഒന്നും അറിയില്ല മോളെ. ഓ, എടുത്ത പൈസമാരെക്കാളും കേശങ്ങളെല്ലാം ഡാൻസ് കളിക്കുന്ന അനക്ക് ഉറപ്പുണ്ട്. നോ എക്സ്ക്യൂസ്. നാളെ രാവിലെ തന്നെ റിഹേഴ്സൽ. എന്തായാലും വരണം കേട്ടോ. ഡൺ ഡൺ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കേശുവിന് അച്ഛൻ്റെ റൂമിൽ കിടക്കാം. ആ, ബാ. ആദ്യം കളവനവനെ തൂക്കിയെറിഞ്ഞ് ഇപ്പൊ കൂടെ കിടക്കാൻ വിളിക്കണ്. പ്രശ്നങ്ങൾ തീരുന്നുണ്ടെങ്കിൽ ദീനോട്ട് അതങ്ങ് തീരട്ടെ. എല്ലാവർക്കും അതല്ലേ നല്ലത്. നീ നേരത്തെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഓക്കെയാണ് അച്ഛാ. പോയി ഫ്രഷ് ആയിട്ട് വാ. അച്ഛൻ എപ്പം കേശുവിന്റെ അടുത്ത് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. രണ്ടാക്കും ഒരേ നേച്ചർ തന്നെ. അത് സോഫ്റ്റും പുറത്ത് റഫും. കാണാനും ഒരുപോലെ തന്നെയാ. എല്ലാരും ഓരോ ഏട്ടനും അനിയനെന്നാ പറയല്. കേശുവിനാകെ 2 തെറ്റ് പറ്റിയിട്ടുള്ളൂ. ഒന്നവൻ തെരഞ്ഞെടുത്ത വഴിയും പിന്നെ ഓന്റെ പെണ്ണും. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? രവിയേട്ടനും ദിനേശ് ചേട്ടനും ഓർത്തു. ഒരു പേരെ എവിടെ പോവാനാ? ഈ ഫംഗ്ഷൻ ഒന്ന് കഴിയട്ടെ, എന്നെ ശരിക്കുള്ള മുഖം ഞാൻ കാണിച്ചു കൊടുക്കും. എൻ്റെ ഡൈവേഴ്സ് കേസ് എന്തായി? അതല്ലേ ഏതാണ്ട് സെറ്റിലായി അച്ഛാ. പൈസ കുറെ പോയി അല്ലേ? നീ ഹാപ്പി അല്ലേ? ഞാൻ സമാധാനത്തിലാ. നിന്നെ മനസ്സിലാക്കാൻ വൈകിപ്പോയി. തെറ്റെൻ്റെയാണ് അച്ഛാ. ഞാൻ എന്നെ മനസ്സിലാക്കി തരാൻ നിന്നിട്ടില്ല. സിനിമയിൽ വലിയ നടനാവെന്ന് പറഞ്ഞല്ലേ ഈ പോയെ. എന്നിട്ട് നടനൊന്നും ആയിട്ടില്ല. ശരിക്കും നീ എന്താ ചെയ്യുന്നത്? ഓൻ വലിയ തെല്ലപ്പുള്ളി ആൾക്കാരൊപ്പം കൂടി ഉണ്ടാവും അവന്റെ കരിയർ നന്നാക്കാനൊന്നും പറഞ്ഞിട്ട്. നിങ്ങൾ അവനെ പ്രാവല് ഇതിനേട്ടാ. ഒന്നുമില്ല, നമ്മൾ സ്വന്തം അനിയനല്ലോ. എന്തനിയാൻ? ഓനെ കൊണ്ട് ഈ കുടുംബത്തിനുണ്ടായ കുഴപ്പമൊന്നും എനിക്കറിയാം. ശതാഭിഷേകം, സഹസ്ര പൂർണ്ണ ചന്ദ്രോദയം, 1000 ഫുൾ മൂൺസ് ഓഫ് അച്ഛൻസ് ലൈഫ് അല്ലേ? എൻ്റെ അമ്മേൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഇത് കാണാൻ ഓളില്ലാണ്ടായിപ്പോയി. ഇന്ന് ഞാൻ വലിയ സന്തോഷത്തിലാണ്. എല്ലാവരും വന്നല്ലോ.
പിന്നെ കുറേ കാലത്തിന് ശേഷം ബന്ധുക്കളെയൊക്കെ കാണാലോ. അച്ഛന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. വെറും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. ഇനിയിപ്പോൾ വന്നല്ലോ, എനിക്കത് തന്നെ മതി. അച്ഛൻ്റെ പിറന്നാളാഘോഷം ഒരു വലിയ സംഭവമായിരിക്കും അച്ഛാ. എല്ലാവരും അതെപ്പോഴും ഓർക്കും. നന്ദു നന്ദു നീ വേഗം റെഡിയാക. ഞാൻ ലൊക്കേഷൻ ഗൂഗിൾ അച്ഛൻ ഇതുവരെ റെഡി ആയില്ലേ? കേശു വന്നിട്ടില്ലേ പുറത്തേക്ക്? കേശോട്ടിന്റെ സ്വഭാവം വെച്ച് നേരത്തെ റെഡി ആവണ്ടാണല്ലോ. ഗംഗേട്ടാ ഒന്ന് പോയി നോക്കിയാട്ടെ. അച്ഛൻ റെഡിയാവുന്നില്ലേ? കേശു എവിടെ? അച്ഛാ, ഞാൻ പോകുന്നു. എന്നോട് ക്ഷമിക്കണം. അന്ന് എന്നോട് പോകാൻ പറഞ്ഞിട്ട് പോയി. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോകുന്നു. അച്ഛനും ബാക്കിയുള്ളവർക്കും ഒരു മോശം സിറ്റുവേഷൻ ഉണ്ടാക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് അച്ഛനെ കാണണം, മിണ്ടണം, കൂടെ ഇരിക്കണം. അങ്ങനെ കുറച്ച് ആശയം ഉണ്ടായിരുന്നുള്ളൂ. ദൈവാനുഗ്രഹം അത് നടന്നു. ഏതച്ഛനും ആഗ്രഹിക്കുന്ന പോലത്തെ ശതാഭിഷേകം പരിപാടി ഒരുക്കുന്ന എൻ്റെ ഏട്ടന്മാരെയും ചേച്ചിമാരെയും കുട്ടികളെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു. ഐ എം പ്രൗഡ് ഓഫ് യു അച്ഛാ. യു ആർ മൈ ഹീറോ. ഇന്നലെ പറഞ്ഞ എല്ലാം അവൻ കേട്ടിട്ടുണ്ടാവും. എന്നാലും ഓൻ അങ്ങനെ ഇറങ്ങി പോകാൻ പാടില്ലായിരുന്നു. നമ്മളെല്ലാം പറ്റിച്ച്. ഓൻ പെട്ടെന്ന് പോയാല് അച്ഛന് നല്ല വിഷമുണ്ട്. ഓ, ഇതിലും ഭേദം വരാതിരിക്കായിരുന്നു. സകല മൂടും പോയി. അനക്ക് അവനോട് ക്ഷമിക്കാനേ പറ്റുന്നില്ല. ഇനി എന്തായാലും ഫംഗ്ഷന്റെ കാര്യങ്ങൾ നോക്കാം. അതെ, ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ വരുമ്പോൾ അച്ഛൻ്റെ മൂഡ് നോർമൽ ആയിക്കോളും. Ladies and gentlemen, the hero of the day, the man of the hour, celebrating his 84th birthday, Sri Madhavan Pillai.